പ്രിയമുള്ള കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പറയുന്നത് 5ാം ക്ലാസ്സിലെ 5ാമത്തെ അധ്യായമായ വൃത്ത ചിത്രങ്ങൾ എന്ന് പറയുന്ന ഈ ഭാഗത്തെ കുറിച്ചാണ്. ഈ ചിത്രം കാണിക്കുന്നത് പോലെ ജ്യാമിതീയ രൂപങ്ങൾ പരിചയപ്പെടുത്തുന്നതിനുള്ള ഒരു പാഠഭാഗമാണ് ഇത്. സർക്കിള്, ട്രയാങ്കിള്, റെക്റ്റാങ്കിൾ പോലെയുള്ള വൃത്തം, ത്രികോണം, ചതുരം പോലെയുള്ള ജ്യാമിതീയ രൂപങ്ങൾ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ പാഠഭാഗം പ്രധാനമായും ഊന്നൽ നൽകുന്നത്. ഈ ചിത്രം നമുക്കറിയാം, ഒരു വരയാണ്, ഒരു ആർട്ടാണ്. ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ നമുക്ക് കമ്പ്യൂട്ടറിൽ വരക്കാൻ കഴിയും. അതെങ്ങനെയാണ് വരക്കാൻ കഴിയുക എന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ പാഠഭാഗം ഊന്നൽ നൽകുന്നത്. നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക, കൂട്ടത്തിൽ ഈ ബെൽ ബട്ടണും ഒന്ന് അമർത്തി കൊടുക്കുക. ഇത് നമുക്ക് കമ്പ്യൂട്ടറിൽ വരയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ ആപ്ലിക്കേഷനിൽ പോകുന്നു, എഡ്യൂക്കേഷൻ വരുന്നു. എഡ്യൂക്കേഷനിൽ ജിയോജിബ്ര എന്ന് പറയുന്ന ഈ സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ഓപ്പൺ ആക്കുന്നത്. ജിയോജിബ്ര ഓപ്പൺ ആക്കുന്നു. ജിയോജിബ്ര ഓപ്പണായി വന്നിരിക്കുന്നു. അത് വലുതാക്കുന്നതിന് വേണ്ടി ഇങ്ങനെയാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ വലുതാക്കുന്നതിന് വേണ്ടി ഈ ഭാഗത്ത് മാക്സിമൈസ് എന്ന് പറയുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നോക്കൂ, ഇത്തരത്തിലുള്ളൊരു ഇൻ്റർഫേസാണ് ഇതിനുള്ളത്. നമുക്ക് ഈ ഭാഗം ഇവിടെ ഇങ്ങനെ നിങ്ങൾ കമ്പ്യൂട്ടറിൽ കാണുന്നുണ്ടെങ്കിൽ ഈ ഭാഗം ഒഴിവാക്കുന്നതിന് വേണ്ടി ക്ലോസ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഈ സ്കെയില് ഒഴിവാക്കണം. നമുക്കതിന് ആവശ്യമില്ല. അതിനു വേണ്ടി ഈ കാണുന്ന ഭാഗത്ത് ഷോ ഓർ ഹൈഡ് ദി ആക്സസ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഗ്രിഡുകൾ നിറഞ്ഞ ഒരു പ്രതലമാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഗ്രിഡ് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഈ ഗ്രിഡ് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഷോ ഓർ ഹൈഡ് ദ ഗ്രിഡ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഗ്രിഡ് ഒഴിവായി കിട്ടും. ഇപ്പോൾ ഗ്രിഡ് ഒഴിവായിരിക്കുന്നു. വീണ്ടും ഒരു ക്ലിക്ക് കൂടി നൽകിയാൽ അവിടെ ഗ്രിഡ് നമുക്ക് കാണാം. ഇനി നമുക്ക് ആവശ്യം ടെക്സ്റ്റിൽ പറയുന്നത് എന്താണെന്ന് നോക്കാം. ഗ്രിഡുകൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു. ഗ്രിഡുകൾ എങ്ങനെ എടുക്കുക? ജിയോജിബ്രയിൽ ഗ്രിഡുകൾ ഉൾപ്പെടുത്താൻ ഷോ ഓർ ഹൈഡ് എന്ന് പറയുന്ന ടൂള് ക്ലിക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഇനി നമുക്ക് ആവശ്യം ഒരേ കേന്ദ്രവും വ്യത്യസ്ത ആരവുമുള്ള വൃത്തങ്ങൾ വരക്കുക എന്നുള്ളതാണ്. ഒരേ കേന്ദ്രവും വ്യത്യസ്ത ആരവുമുള്ള വൃത്തങ്ങൾ ജിയോജിബ്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വരക്കാമെന്നതാണ്. അതിനാദ്യം എടുക്കാൻ പറയുന്നത് സർക്കിൾ വിത്ത് സെൻറ്റർ ആൻഡ് ത്രൂ പോയിന്റ് എന്ന് പറയുന്ന ഒരു ടൂളാണ്. നമുക്ക് സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കുക. ഇവിടെ ഈ കാണുന്ന 1, 2, 3, 4, 5 6ാമത്തെ ഭാഗത്ത് വന്നാൽ ഇവിടെ നമ്മൾ കഴ്സർ വെക്കുകയാണെങ്കിൽ സർക്കിൾ വിത്ത് സെൻറ്റർ ത്രൂ പോയിന്റ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് നൽകുക. ഇവിടെ ക്ലിക്ക് നൽകുക. സർക്കിൾ വിത്ത് സെൻറ്റർ എന്ന് ത്രൂ പോയിന്റ് എന്ന് പറയുന്ന ഈ ഭാഗം ക്ലിക്ക് ചെയ്താൽ ഈ ടൂൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ടൂള് നമുക്ക് കിട്ടും. ഇനി പറയുന്നത് എന്താണെന്ന് നോക്കുക. വൃത്ത കേന്ദ്രത്തിന് വേണ്ടി പ്രതലത്തിൽ ഏതെങ്കിലും ഒരു ബിന്ദു ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഒരേ കേന്ദ്രവും വ്യത്യസ്ത ആരവുമുള്ള വൃത്തങ്ങളാണ് നമുക്ക് കിട്ടേണ്ടത്. അതിന് വൃത്ത കേന്ദ്രത്തിന് വേണ്ടി പ്രതലത്തിൽ ഏതെങ്കിലും ഒരു ബിന്ദു ക്ലിക്ക് ചെയ്യുക. കൂട്ടത്തിൽ പറയുന്നത് ഗ്രിഡുകൾ കൂട്ടിമുട്ടുന്ന ബിന്ദുക്കളായാൽ കൃത്യതയോടെ വരക്കാമെന്നാണ്. അതുകൊണ്ടാണ് ഗ്രിഡ് വേണം എന്ന് പറഞ്ഞത്. ഞാനിതാ ഇതിൻ്റെ സെൻറ്റർ എന്നുള്ള നിലക്ക് ഞാൻ ഇവിടെ ഏകദേശം സെൻറ്റർ എന്നുള്ള നിലക്ക്
ഈ ഗ്രിഡ് കൂട്ടിമുട്ടുന്ന ഈ ഭാഗത്ത് ഞാൻ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്യുന്നു. ഈ മധ്യത്തിലൊരു പോയിന്റ് ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെയാണ് അതിൽ പറഞ്ഞത്. ഇനി രണ്ടാമത് പറഞ്ഞത് നമുക്ക് ഇവിടെ തൊട്ട് മുകളിൽ ഉള്ള ഗ്രിഡിൽ ഈ കൂട്ടിമുട്ടുന്ന ഭാഗത്ത് നമ്മൾ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക, ഒരു പോയിന്റ് കൂടി ക്ലിക്ക് ചെയ്യുക. ഇതാ ഇപ്പോൾ ഒരു വൃത്തം രൂപപ്പെട്ടിരിക്കുന്നു. വൃത്തം കടന്നു പോകാൻ ഉചിതമായ മറ്റൊരു ബിന്ദു ക്ലിക്ക് ചെയ്യുക എന്ന് പറഞ്ഞു. നമ്മളത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു വൃത്തം രൂപപ്പെട്ടിരിക്കുന്നു. ഇനി നമുക്ക് കേന്ദ്രം മാറാതെ ആരം വ്യത്യസ്തമായ വൃത്തങ്ങൾ വരക്കുക. ഇതാണ് ഈ ചിത്രമാണ് നമുക്ക് വരക്കുക. അതിലിപ്പോൾ ഒന്ന് നമ്മൾ വരച്ചു. ഇനി നമ്മൾ അടുത്ത ഇവിടെ ഒരു വൃത്തം കൂടിയുണ്ട്. ഞാൻ രണ്ട് വൃത്തം വരക്കാൻ പോവുകയാണ്. ഇവിടെ സെൻറ്ററിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം നേരത്തെ കൊണ്ടുവന്നമാതിരി കഴ്സർ ഇതാ മേലെ ഈ ബിന്ദുവിൽ, ഈ ഗ്രിഡ് ഉള്ള ഈ ബിന്ദുവിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നോക്കൂ, കഴ്സർ പുറത്തേക്ക് മാറ്റുകയാണെങ്കിൽ, മൗസ് പുറത്തേക്ക് മാറ്റുകയാണെങ്കിൽ രണ്ടാമത്തെ വൃത്തവും ഇവിടെ ഉണ്ടായിരിക്കുന്നു. ഇനി വീണ്ടും നമുക്കൊരു വൃത്തവും കൂടി ഇവിടെ ഈ ബിന്ദു കേന്ദ്രമാക്കി ഇവിടേക്ക് ഒരു വൃത്തം വരക്കണമെന്നുണ്ടെങ്കിൽ നോക്കൂ, ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മേൽഭാഗത്ത് കൊണ്ടുപോയി കൃത്യമായിട്ട് ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമുക്ക് ഇപ്പോൾ ഇതാ 3 വൃത്തങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കുന്നു. കേന്ദ്രബിന്ദു ബേസ് ചെയ്തുകൊണ്ട് വ്യത്യസ്ത ആരമുള്ള വൃത്തങ്ങൾ വളരെ കൃത്യമായി ജിയോജിബ്രയിൽ വരക്കാൻ നമുക്ക് കഴിയും. വളരെ എളുപ്പത്തിൽ വരക്കാൻ കഴിയും. ഇത് നോക്കൂ, നിങ്ങൾ വരച്ച വൃത്തങ്ങളുടെ ആരം, വ്യാസം എന്നിവ കണ്ടെത്തി പട്ടികപ്പെടുത്തൂ എന്നാണ്. ഒന്നാമത്തെ വൃത്തത്തിന് എത്ര ആരമുണ്ട്, എത്ര വ്യാസമുണ്ട്, അത് കാണുന്നതിന് ഒരു എളുപ്പവഴി പറഞ്ഞിട്ടുണ്ട്. ആരം, വ്യാസം എന്നിവ കാണാൻ ഗ്രിഡിലെ വരകൾ നോക്കിയാൽ മതി എന്നാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, ഈ ഗ്രിഡിൽ എത്ര വരകളുണ്ട് എന്ന് നോക്കിയാൽ അതിൻ്റെ ആരവും വ്യാസവും കണ്ടെത്താൻ വളരെ എളുപ്പത്തിൽ കഴിയും. ഈ ഗ്രിഡുകൾ വളരെ കൃത്യമാണ്. ഇങ്ങനെ ജിയോജിബ്ര സോഫ്റ്റ്വെയറിൽ നമുക്ക് ഒരേ കേന്ദ്രവും വ്യത്യസ്ത ആരങ്ങളുമുള്ള ചിത്രങ്ങൾ, വൃത്തങ്ങൾ വളരെ എളുപ്പത്തിൽ വരച്ചെടുക്കാൻ കഴിയും. പേപ്പറിൽ വരക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ വരച്ചെടുക്കാൻ കഴിയും. ICT പാഠപുസ്തകത്തിൽ പറഞ്ഞ ഈ ഇവാലുവേഷൻ ടൂള് നമുക്ക് നോക്കിയിട്ട് അത് പൂർത്തിയാക്കാൻ കഴിയും. നമുക്ക് ഇത് സേവ് ചെയ്യുന്നതിന് വേണ്ടി, നമ്മൾ ചെയ്ത ഈ വർക്ക് സേവ് ചെയ്യുകയും പിന്നീട് ഒരിക്കലും നോക്കുന്നതിന് വേണ്ടി നമുക്ക് ഫയലിൽ പോകുക. എന്നിട്ട് സേവ് എന്ന് പറയുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എവിടെയാണ് സേവ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരു വിൻഡോ തുറന്നു വരും. ഇപ്പോൾ ഡിഫോൾട്ടായിട്ടുള്ളത് എൻ്റെ പേരുള്ളൊരു ഫോൾഡറിലാണ്. നമുക്കത് ഡെസ്ക്ടോപ്പ് എന്ന് കൊടുക്കുക. ഡെസ്ക്ടോപ്പ് എന്ന് ഡബിൾ ക്ലിക്ക് കൊടുക്കുക. ഇതാ ഈ ഫോൾഡറിൽ ഡബിൾ ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ ഡെസ്ക്ടോപ്പ് വന്നു. ഇനി നമുക്കൊരു ഫയൽ നെയിം ഇവിടെ കൊടുക്കാവുന്നതാണ്. ഞാൻ CC എന്ന് പറയുന്ന ഒരു ഫയൽ നെയിം കൊടുത്തു. ഇപ്പോൾ ഡെസ്ക്ടോപ്പിൽ CC എന്ന് പറയുന്ന പേരിൽ ഈ ഫോൾഡർ സേവ് ചെയ്യാൻ ചോദിക്കുകയാണ്. അവിടെ നമുക്ക് സേവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അത് അവിടെ സേവ് ആയതായി നമുക്ക് കാണാൻ കഴിയും. വേണമെങ്കിൽ നമുക്ക് ഈ വിൻഡോ ഒന്ന് മിനിമൈസ് ചെയ്തതിനു ശേഷം നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അവിടെ ഉണ്ട്, ഇവിടെ CCGGB ജിയോജിബ്ര എന്ന് പറയുന്ന പേരിൽ ഈ നമ്മൾ ചെയ്ത ഈ വർക്ക് സേവ് ആയതായി കാണാൻ കഴിയും. ഇങ്ങനെ എളുപ്പത്തിൽ ഒരേ കേന്ദ്രവും വ്യത്യസ്ത ആരവുമുള്ള വൃത്തങ്ങൾ ജിയോജിബ്രയിൽ വരക്കുന്നതിന് വേണ്ടി നമുക്ക് കഴിയും. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുകയാണ്. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ അറിവ് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ്